ഏപ്രിൽ 22 പഹൽഗാം കൂട്ടക്കുരുതി നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി എന്നും തുടരും. ഭീകരവാദികൾ തച്ചുടച്ചത് 26 കുടുംബങ്ങൾ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനവും കൂടിയായിരുന്നു. ഈ ആത്മാഹൂതിക്ക് കാരണക്കാരായ ഭീകരവാദികൾ ആരെന്നോ എത്ര പേരെന്നോ ഇനിയും നമുക്ക് ഒരറിവുമില്ല. നമ്മുടെ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ പുൽവാമ ആക്രമണത്തെ കുറിച്ച് വ്യക്തമായ ചിത്രവും നമ്മുടെ മുന്നിൽ ഇന്നുമില്ല. എന്നാൽ ഇവയ്ക്കെല്ലാം ചുട്ട മറുപടി നൽകാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു എന്നത് സന്തോഷത്തിനും അഭിമാനത്തിനും വക നൽകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തികഞ്ഞൊരു വിജയം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സേന തീർത്തും വേറിട്ടൊരു പ്രസ്ഥാനമാണ്. അതിനുള്ളിൽ ജാതി, മതമോ മറ്റൊരു വിവേചനമോ നിലകൊള്ളുന്നില്ല. ഓരോ ഭാരതീയനും തികഞ്ഞ പ്രൗഢിയും അഭിമാനവുമാണ് സേന നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിനെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ച് മധ്യപ്രദേശ് ഗോത്ര വകുപ്പ് മന്ത്രി വിജയ് ഷാ നടത്തിയ പരാമർശം തീർത്തും അപലനീയമാണ്. ആ മഹത്തായ വനിതയെ കുറിച്ച്, അവർ ജനിച്ച മതത്തിനെ കുറിച്ച് വിജയ് ഷാ പ്രസംഗിക്കുമ്പോൾ തകർന്നു വീണത് നമ്മുടെ സേനയുടെ നേട്ടങ്ങളായിരുന്നു. ഇതുപോലെ അപകടമായിരുന്നു RSS നേതാവ് ജെ നന്ദകുമാർ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പോർവിളിയും. അദ്ദേഹത്തിന്റെ കണ്ണിൽ പഹൽഗാം നടത്താനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഏറ്റവും സമുന്നത സ്ഥാനമുള്ള സുപ്രീം കോടതിക്ക് ആണെന്നായിരുന്നു. പഹൽഗാം ആക്രമണത്തിലും ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാക്കിയതിലും ഒരു പങ്ക് സുപ്രീം കോടതിക്ക് ഉണ്ടെന്നാണ് നന്ദകുമാർ കണ്ടുപിടിച്ചത്. ഇന്ന് നമ്മുടെ സേനയുടെ നേട്ടങ്ങളെ കുറിച്ച് രാജ്യം ഒട്ടാകെ തിരംഗയാത്രകൾ സംഘടിപ്പിക്കുന്ന അതേ പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇത്തരം പ്രസ്താവനകളുമായി പുറത്തു വരുമ്പോൾ ഇവർ പലപ്പോഴായി വീമ്പിളക്കിയിട്ടുള്ള രാജ്യസ്നേഹം തന്നെ ആസ്ഥാനത്താവുകയാണ്. ഈ സമയത്തും നമ്മുടെ രാജ്യത്ത് മുന്നിട്ട് നിൽക്കുന്ന നാരി ശക്തിയെ കുറിച്ച് നമ്മൾ പറയേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ആ ഒരു പേരും ആ ഒരു വ്യക്തിയുടേത് തന്നെയാണ്, കേണൽ സോഫിയ ഖുറേഷി. ആരാണ് കേണൽ സോഫിയ ഖുറേഷി? ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ താജുദ്ദീൻ ഖുറേഷിയുടെ ഭാര്യയാണ് സോഫിയ ഖുറേഷി എന്ന 44-കാരി. സോഫിയ ബയോകെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഗുജറാത്തിലെ വഡേദര സ്വദേശിയാണ്. 2016 പൂനെയിൽ വെച്ച് നടന്ന 17 രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയൻ സൈനിക ക്യാമ്പിൽ 40 അംഗ ഇന്ത്യൻ സേനാ വിഭാഗത്തെ നയിച്ചത് സോഫിയയായിരുന്നു. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിതയാണ് സോഫിയ. UN സമാധാന സേനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പരിശീലകരിൽ ഒരാൾ. 24 വർഷമായി സൈനിക സേവനം തുടരുന്ന സോഫിയ 2006 കോങ്കോയിലെ ഇന്ത്യൻ മിഷന്റെ ഭാഗമായിരുന്നത്. ഒരു സൈനിക കുടുംബത്തിൽ തന്നെയാണ് സോഫിയയുടെ ജനനവും. പെൺകുട്ടികൾ വെറുതെ വീട്ടിലിരിക്കണമെന്ന് പറയുന്ന ഇന്നത്തെ കാലത്തും ഈ ധീര വനിതയാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ആക്രമണം നയിക്കുന്നത്. അവർ നിയോഗിക്കപ്പെട്ടത് അവരുടെ ജാതിയോ മതമോ നിറമോ നോക്കിയല്ല, അവരുടെ കഴിവ് മാത്രം നോക്കിയായിരുന്നു. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ അതിപ്രസരം കൊണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന നേതാക്കൾ നമുക്കൊരു തീരാ ശാപം കൂടിയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയെടുത്ത ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് ഏറെ പ്രസക്തവുമാണ്. BJP അവരുടെ തനിനിറം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആർമിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന കുടുംബത്തിലെ അംഗമായ കേണൽ സോഫിയ ഖുറേഷിയെ തീവ്രവാദി സഹോദരി എന്ന് വിളിച്ചവർ ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അർഹതയില്ലാത്തവരാണ്. ഒരിക്കലും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ആർമി മേധാവിയെ പോലും സൈബർ ലിഞ്ചിന് ഇരയാക്കി. രാജ്യത്തിന്റെ അഭിമാനമാണവർ. തീവ്രവാദത്തെ പരാജയപ്പെടുത്തിയത് രാജ്യം ഒറ്റക്കെട്ടായിട്ടായിരുന്നു. ഈ മന്ത്രിയെ BJP പുറത്താക്കണം. ഓപ്പറേഷൻ സിന്ധു ലോകത്തിന് അഭിമാനകരമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് ഇന്ത്യൻ ജനതയ്ക്കും പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്.